ഇപ്പോൾ വെനസ്വേലയിൽ അമേരിക്ക കടന്നു കയറുമ്പോൾ ക്യൂബക്കും മെക്സിക്കോക്കും കൊളംബിയക്കും ഇറാനുമെതിരെ ഭീഷണി ഉയർത്തുമ്പോൾ അമേരിക്കയെ ഭയക്കാത്ത രാജ്യങ്ങളുണ്ടോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത്. അതാണ് വ്ളാദിമിർ പുടിന്റെ റഷ്യ. അതായത് ഭൂമിയിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇല്ലാതായാൽ അതോടെ 100% ഭൂമിയിൽ നശിക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് റഷ്യയാണ്. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ റഷ്യൻ നേതാവ് ദിമിത്രി മെദ്വദേവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചില ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധഭീഷണി വരെ ഇരു നേതാക്കളും നടത്തിയിരുന്നു. അതിനിടയിലാണ് ട്രംപിനെ ചൊടിപ്പിക്കാനായി മെദ്വദേവ് ഡെഡ് ഹാൻഡ് എന്നൊരു പരാമർശം നടത്തിയത്. റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് 100% താരിഫ് ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കത്തിന് പിന്നാലെയാണ് ഇരുവരും തമ്മിലുള്ള വാക്പോര് തുടങ്ങിയത്. ഈ നീക്കത്തെ യുദ്ധത്തിലേക്കുള്ള ഭീഷണിയും ഒരു ചുവടുവയ്പും എന്നാണ് മെദ്വദേവ് വിശേഷിപ്പിച്ചത്. അതിന് മറുപടിയായി റഷ്യയും ഇന്ത്യയും നിർജീവ സമ്പദ് വ്യവസ്ഥകൾ എന്ന് വിളിച്ച് ട്രംപ് പരിഹസിച്ചിരുന്നു. അതിനെതിരെയാണ് മെദ്വദേവ് ഡെഡ് ഹാൻഡ് ഉണ്ടെന്ന ഒരു മുന്നറിയിപ്പുമായി എത്തിയത്. അമേരിക്കയും റഷ്യയും സാങ്കേതിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ ഒന്നാണ് ശീതസമര കാലഘട്ടം. GPS, ഇന്റർനെറ്റ് തുടങ്ങിയ അനേകം ഉപകാരപ്രദമായ കണ്ടെത്തലുകൾക്കൊപ്പം അതീവ ശേഷിയുള്ള ആണവായുധങ്ങൾ ഉൾപ്പെടെ നശീകരണ സംവിധാനങ്ങളും അക്കാലത്ത് വികസിപ്പിച്ചിരുന്നു. ആ കൂട്ടത്തിലൊന്നാണ് സോവിയറ്റ് യൂണിയന്റെ അല്ലെങ്കിൽ റഷ്യയുടെ ഡെഡ് ഹാൻഡ് എന്നത്. മനുഷ്യനിൽ നിന്ന് ഒരു നിർദ്ദേശം പോലുമില്ലാതെ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ വഴിയൊരുക്കുന്ന റഷ്യൻ സംവിധാനമാണ് ഡെഡ് ഹാൻഡ്. റഷ്യ സോവിയറ്റ് യൂണിയനായിരുന്ന കാലത്താണ് ഈ സംവിധാനം വികസിപ്പിച്ച് എടുക്കുന്നത്. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുടെ രാജ്യമാണ് റഷ്യ. 1600 ടാക്ടിക്കൽ ആണവായുധങ്ങൾ റഷ്യക്കുണ്ട്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ ചേർക്കപ്പെട്ട 2400 ആണവായുധങ്ങൾ വേറെയുമുണ്ട്. ഇതെല്ലാം ഡെഡ് ഹാൻഡിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഡെഡ് ഹാൻഡ് എന്ന് പാശ്ചാത്യ ലോകം വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും പെരിമീറ്റർ എന്നാണ് റഷ്യ ഈ സംവിധാനത്തിന് നൽകിയിട്ടുള്ള പേര്. ഏതെങ്കിലും തരത്തിൽ ആ രാജ്യത്ത് ആണവാക്രമണം നടന്നാലാണ് ഈ പെരിമീറ്റർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. റഷ്യയുടെ സൈന്യം പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെട്ടാൽ പോലും തിരിച്ചടിക്കാം എന്ന ഉറപ്പാണ് പെരിമീറ്റർ അവർക്ക് നൽകുന്നത്. ഈ പെരിമീറ്റർ സജീവമാകുന്നതോടെ റേഡിയോ പോർമുനയുമായി ഒരു മിസൈൽ റഷ്യയിലുടനീളം പറന്നു നടക്കും. ആ പോർമുനയിൽ നിന്നുള്ള സിഗ്നലുകൾ റഷ്യയിലെമ്പാടുമുള്ള ആണവ മിസൈൽ സംഭരണികളിൽ വിക്ഷേപണത്തിന് നിർദ്ദേശം നൽകും. 1985 പെരിമീറ്റർ സംവിധാനത്തിന് തുടക്കമിട്ടത്. പെരിമീറ്റർ ഉണ്ടോ ഇല്ലയോ എന്ന സ്ഥിരീകരണം സോവിയറ്റ് യൂണിയൻ ഒരിക്കലും നൽകിയിട്ടുമില്ലായിരുന്നു. എന്നാൽ 2011 റഷ്യ സ്ഥിരീകരണം നൽകിയിരുന്നു. തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കളെ തങ്ങൾ തീർച്ചയായും നശിപ്പിച്ചിരിക്കും എന്നതാണ് ഡെഡ് ഹാൻഡിലൂടെ റഷ്യ ഉയർത്തുന്ന സന്ദേശം. ഒരു ആണവാക്രമണം നടന്ന് റഷ്യൻ പ്രസിഡന്റും ആർമി ഒഫീഷ്യൽസും ഉൾപ്പെടെ എല്ലാവരും ഇല്ലാതെയായാലും അടുത്ത അരമണിക്കൂറിൽ അമേരിക്കയും യൂറോപ്പും കത്തിക്കരിഞ്ഞ് ചാരമായി മാറും. റഷ്യയുടെ കയ്യിലിരിക്കുന്ന ആയിരക്കണക്കിന് ന്യൂക്ലിയർ ആയുധങ്ങളിൽ ആക്റ്റീവ് ആയിട്ടുള്ളവയുടെ 95% ലക്ഷ്യം വെച്ചിരിക്കുന്നത് അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കാണ്. അങ്ങനെ ഡെഡ് ഹാൻഡ് ഒരു ഓട്ടോമാറ്റിക് ന്യൂക്ലിയർ സിസ്റ്റം റഷ്യയിലുണ്ട്. മരിച്ചാലും തിരിച്ചടിക്കും എന്ന് തന്നെയാണ് റഷ്യയുടെ ഡെഡ് ഹാൻഡ് ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം.